ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനും ബാലനും രാജപ്പനും കൂടി മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് താഴേക്ക്. അപ്പൊ താഴെയാണെങ്കിൽ അമ്മൂമ്മയും അതുപോലെ വിക്രവും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ അവരെ അവിടേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ വന്നു നിന്നതിന് ശേഷം എങ്ങനെയുണ്ട് പ്രകാശനെ കാണാൻ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവര്. അപ്പൊ ആ സമയത്ത് അച്ഛ ഫിലിം സ്റ്റാർ പോലും മാറി നിൽക്കും, ഫിലിം സ്റ്റാർ പോലെയുണ്ട് അച്ഛന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അച്ഛനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് വിക്രം. അപ്പൊ ആ സമയത്ത് ഒന്ന് പോടാ എന്നും പറഞ്ഞ അങ്ങനെ തമാശ അങ്ങനെ അവനെ ഒന്ന് തട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലൻ പറയുകയാണ്, അതെ ഭാനുമതി അമ്മയെയും നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വിക്രാണെങ്കിൽ ബാലൻ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? അതെ, ഞങ്ങളെ സാറേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ അമ്മൂമ്മയ്ക്ക് അതിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കണം, മേഡം എന്ന് തന്നെ വിളിക്കണം എന്ന് പറയാണ്. അപ്പോൾ ആ മേഡം നല്ല സൂപ്പറായിട്ടുണ്ട്, കളറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ എന്നും പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് ഭാനുമതി. അപ്പോൾ ആ സമയത്ത് നിന്നെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്, എന്തായാലും എൻ്റെ മരുമകളെ ഒന്ന് ഞാൻ കാണട്ടെ, ഇത്രയും നാളും എൻ്റെ കണ്ണ് വെട്ടിച്ച് എനിക്ക് മുഖം തരാതെ നടക്കുകയാണ്, അവളെ ഒന്ന് ഞാൻ കാണട്ടെ എന്നിങ്ങനെ പറയാണ് ഭാനുമതി. അപ്പം ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, അമ്മേ ഭർത്താവാകാൻ പോകുന്ന എനിക്ക് പോലും മുഖം തന്നിട്ടില്ല, പിന്നെയാണ് അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ 3 പേരും, അതായത് പ്രകാശനും വിക്രവും അതുപോലെ അമ്മയും കൂടി ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഫോട്ടോ എടുത്തേന്ന് പറയുകയാണ് രാജപ്പനോട്. അങ്ങനെ രാജപ്പൻ ഫോട്ടോ എടുക്കുകയാണ്. ആ സമയത്ത് ബാലൻ പറയാണ്, ഞാൻ ഒരെണ്ണം എടുക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കണം ഇടയ്ക്കിടയ്ക്ക്, അപ്പം എന്തിനാ അത് എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രാണെങ്കിൽ ഭയങ്കര ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലനെ. രാജപ്പനോടൊന്നും പറയാൻ പറ്റില്ല, രാജപ്പൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പം ആ സമയത്ത് പറയുന്നുണ്ട്, അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാനാണ്, എന്തിനങ്ങനെ നോക്കേണ്ട ആവശ്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ രാജപ്പൻ നോക്കണം കേട്ടോ എന്നിങ്ങനെ പ്രകാശം പറയുകയാണ്. അതെ, ചെന്നൈയിൽ നിന്നും കുറച്ച് ടീംസ് വരുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ നല്ല VIP ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ വേറെ നല്ല രീതിയിൽ തന്നെ അവരെ സ്വീകരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പ്രകാശൻ. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ഞാൻ അതിൻ്റെ രീതിയിൽ ചെയ്തോളാം എന്ന് രാജപ്പനും മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ബാലൻ പറയുകയാണ്, അതെ എന്തായാലും എനിക്ക് നല്ല രീതിയിലൊന്ന് മിനുങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെ മര്യാദയ്ക്ക് വിക്രം പറയാണ്, അതെ മര്യാദയ്ക്ക് നിങ്ങൾ നല്ല ഇതിൽ നിന്നോളാം, കാരണം അത്രയും നല്ല ആൾക്കാരൊക്കെ വരുന്നൊരു ചടങ്ങാണ്, അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ കുടിച്ചു വരെ പ്രശ്നം ഉണ്ടാക്കരുതിട്ടാ എന്ന് പറയുന്നത്. ഇല്ല മോനെ, എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രമേ. അപ്പോൾ അയ്യോ മോനെ നല്ലട്ടാ, സോറി സാറേ എന്ന് പറയുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഭാനുമതി പറയാണ്, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ പ്രകാശാന്ന് ചോദിക്കുമ്പോൾ വരട്ടമ്മേ, ഒരു 5 മിനിറ്റും കൂടി കഴിയട്ടെ, എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നടക്കട്ടെ, അത് കഴിഞ്ഞ് നമ്മൾക്ക് ആ സമയത്ത് തന്നെ എത്തിയാൽ മതി, നമ്മൾ VIP-കളല്ലേ എന്നിങ്ങനെ പ്രകാശം പറയുന്നുണ്ട്. അത് ശരിയാ. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, അല്ല ഹണിമൂണൊക്കെ ഇതാക്കിയോ, എവിടേക്കാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശം പറയാണ്, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ കേട്ടിട്ടുണ്ടോ, സ്വിറ്റ്സർലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു തരം ഒരു കോമാളിയെ പോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ പ്രകാശം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാം നടന്നത് തന്നെ, എല്ലാം നടക്കും, ഇന്നത്തോടുകൂടി നിങ്ങളുടെ അഹങ്കാരം തീരുമല്ലോ, എന്തായാലും എനിക്കത് കണ്ണെന്നറിയൊന്ന് കാണാൻ വേണം എന്നൊക്കെ ബാലൻ ഇങ്ങനെ മനസ്സിൽ കരുതി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ വക പുതിയൊരു കാര്യം, അതെ ആ മുണ്ടൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല മാനേഴ്സോട് കൂടി പെരുമാറണം, അത് അത്രയും വലിയ ആൾക്കാരാണുള്ളത്, അതുകൊണ്ട് തന്നെ ഈ മടക്ക് ഉടുത്തിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അഴിച്ചിട്ടിട്ട് നല്ല ഭയഭക്തിയോട് കൂടി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെയ്തോളാം എന്ന് നമ്മുടെ ബാലൻ പറയുകയും ചെയ്യാണ്. അങ്ങനെ അവരങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോളാണ്. അപ്പോൾ ഹോളിൽ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്, ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഹരിസാർ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രകാശൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയുടെയൊക്കെ ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു വലിയൊരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് കാറ് വന്ന് നിൽക്കുകയാണ്, കിരണിൻ്റെ കാറ്. അങ്ങനെ കിരണും അതുപോലെ കല്യാണിയും ദീപയും കാദംബരിയും കൂടി ആ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ബൈജുവും ഇറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് ഹരിസാറിൻ്റെ അരികിലേക്ക് നിൽക്കുന്നുണ്ട്. ഓഡിറ്റോറിയം ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായി പ്രകാശം വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വന്നിട്ടില്ല, എന്തായാലും അവൻ വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, എന്തായാലും അവൻ്റെ ആ എൻട്രി അതൊരു 1-1.5 എൻട്രി ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബൈജു. അപ്പോൾ ആ സമയത്ത്
കാർത്തിക പറയാണ്, അല്ല ചേച്ചിക്ക് മറ്റന്നാളല്ലേ ഡേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് മോളെ മറ്റന്നാളാണ്, പിന്നെ ഞാൻ വരണ്ടാന്ന് വിചാരിച്ചതാണ്, രതീഷേട്ടൻ്റെ ഇല്ല, രതീഷേട്ടൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി സാർ, അപ്പോൾ രതീഷേട്ടൻ്റെ അച്ഛന് തീരെ സുഖമില്ല, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്, അപ്പോൾ ആരെങ്കിലും ഒരാൾ വരണ്ടേ. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടുന്ന സന്തോഷം തരുന്ന കാഴ്ചകളൊക്കെ കാണുന്നത് നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നാ വായു അകത്തേക്ക് പറഞ്ഞങ്ങനെ മണ്ഡപം, കതിർ മണ്ഡപമൊക്കെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവരങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കതിർ മണ്ഡപം കണ്ടിട്ട് ഇത് നല്ല സിമ്പിൾ ആയിട്ടുണ്ട്, അപ്പോൾ ഇത് കല്യാണിയുടെ കാര്യമാണ്, കല്യാണി പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അപ്പോൾ അധികം പൈസ ചിലവില്ല, കാര്യം എന്നാൽ നടക്കുകയും ചെയ്യും എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഫുഡൊക്കെ കുറേ പൈസ ചിലവാക്കി അടിപൊളി ഫുഡൊക്കെ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈജു പറയാണ്, അതെന്തായാലും കഴിച്ചിട്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കണം, അപ്പം 4 തരം പായസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെ അരികിലേക്ക് ഞങ്ങൾ പോകട്ടെ എന്നും പറഞ്ഞ് പെണ്ണുങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ലക്ഷ്മിയൊക്കെ കാത്തിരിക്കുകയാണ് നമ്മുടെ കല്യാണി. അപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായി ഒരുക്കങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാദംബരിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. അങ്ങനെ ആ സമയത്ത് ദീപയ്ക്ക് ഉടുക്കാനായിട്ടൊരു സാരി കാർത്തികയോട് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർത്തിക അതെടുത്ത് കല്യാണിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെന്താ മോളെ എന്ന് ദീപ ചോദിക്കുന്നുണ്ട്. ഇത് എന്തായാലും ഇന്നത്തെ ദിവസം അമ്മ ഈ സാരി ഉടുത്തിട്ട് വേണം വരാനായിട്ടെന്ന് പറയാണ്. ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ മോളെന്ന് പറയുമ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അമ്മയോടും നല്ല ഈ നിൽക്കുന്ന ലക്ഷ്മി അമ്മയോട് പോലും എൻ്റെ പ്ലാനുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതെന്തായാലും ഞാൻ തന്നെ അമ്മയ്ക്ക് കൊടുത്തു തരാം. അയാളുടെ 2 ഭാര്യമാരും സുന്ദരിമാരായിരുന്നു എന്ന് അയാൾ കണ്ണ് തള്ളി നിൽക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ ദീപയും കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കാദംബരിക്ക് ഇരിക്കാനൊക്കെ കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാദംബരിയുടെ വിശേഷമൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട് ലക്ഷ്മിയും കാർത്തികയും കൂടിയിട്ട്. അതിനുശേഷം നമ്മുടെ ശാരിയെയും അതുപോലെ രാഹുലിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ശാരിയും രാഹുലും വളരെ ദേഷ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ കുറ്റപ്പെടുത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് അവിടേക്ക് സരയു വരുന്നത്. അപ്പോൾ സരയുവിനോട് ചോദിക്കുന്നുണ്ട്, മോളിത് എവിടെ പോയതാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ അതെ, എൻ്റെ ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതം മാത്രം നിങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ് രാഹുലിനോട് ചൂടാവുന്നുണ്ട്. അപ്പോൾ അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അമ്മയുടെ കാര്യം അവിടെ കിടക്കട്ടെ, നിങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓരോരോ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് സാറേ പറയുന്ന സമയത്ത് മോള് മനുവിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞതാണോ, മനുവിനെ പറ്റിയുള്ള അന്വേഷണത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് മനുവേട്ടനെ പറ്റി അന്വേഷിക്കാം, മനുവേട്ടൻ ഇത്രയും പെർഫെക്റ്റ് ആയ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നതിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സാറേ അങ്ങോട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ശാരിയും രാഹുലും പറയുന്നുണ്ട്. ശാരി പറയാണ്, നിങ്ങളെ ശരിക്കും കൊല്ലേണ്ട സമയം കഴിഞ്ഞു, ഞാൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നീ അല്ലാതെ കൊല്ലുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സരയു റൂമിൽ ചെന്നിട്ട് വളരെ വിഷമത്തോടു കൂടി തന്നെ ദേഷ്യത്തോട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മനോഹർ വരുന്നുണ്ട്. മനോഹർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും മനുവേട്ടൻ എന്നോട് നമുക്കൊന്ന് വൈകിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം, പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്താ മോളെ ഷോപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഷോപ്പിംഗ് ഒന്നുമില്ല, എന്തായാലും മനുവേട്ടനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് മനുവേട്ടൻ എന്നെ വെറുക്കരുത്, എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇവന് സംശയം, എന്തൊക്കെ ഇവൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, എന്തായാലും എന്നെ പറ്റിയുള്ള സത്യങ്ങളൊന്നുമല്ല, എന്തായാലും നോക്കട്ടെ എന്താണെന്നൊക്കെ ഇങ്ങനെ മനോഹർ മനസ്സിൽ കരുതിയാണ്. അപ്പോൾ ആ സമയത്ത് മോളെ നമുക്ക് പണവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും ഉണ്ടാകും, അതുപോലെ ഭാര്യയും മകളൊക്കെ ഒരിക്കലും ഉണ്ടാവുള്ളൂ, ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടെവിടേക്കും പോകില്ല, കൂടെ തന്നെ ചേർത്ത് നിർത്തും എന്നൊക്കെ ഇങ്ങനെ മനോഹർ വാക്ക് കൊടുക്കുന്നുണ്ട് സരയിനും. അപ്പോൾ ആ സമയത്ത് മോള് കുറച്ച് ദിവസമായി വളരെ ടെൻഷനിലാണെന്ന് എനിക്കറിയാം, അതെന്താണെന്നൊക്കെ മോള് അപ്പോൾ അതൊക്കെ പറയാൻ മനുവേട്ട, എന്തായാലും നമുക്ക് പുറത്തേക്ക് വൈകിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അവർ 2 പേരും സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.